ഏറെ സ്നേഹപൂർവ്വം നിറഞ്ഞ മനസ്സോടെ രണ്ട് വീട്ടുകാരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. Welcome each and everyone to this great occasion of Mr. Shantanu and Mrs. Chandu. And yes, by the way, congratulations, both of you. Congratulations, Arati, and congratulations, Mr. Chandu. And you guys have been so well together, like made for each other. And we all know that you guys have to be entirely different outlook of situation. Entirely different upbringing ജീവിച്ച് ഇനി മുതൽ ഒരുമിച്ച് ഒരൊറ്റ ആശയത്തോടെ എല്ലാ ഹാപ്പിനെസ്സിലും എല്ലാ ദുഃഖത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. Right? So this is a very beautiful feeling and a great feeling. So by the way, let me ask first to Mr. Chandu. So Chandu, how do you feel right now? And of course, she is a gorgeous woman. ഈ ഒരു സുന്ദരി കുട്ടിയെ തന്നെ ലൈഫ് ലോങ് ഇന്നും കൂടെ കൂടണമെന്ന് തോന്നിയ ആ ഒരു റീസൺ എന്താണ്? And we all want to know about your love journey. ഇത് രണ്ടും ഞങ്ങൾ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റിംഗ് ആണ്. സോ പ്ലീസ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ അന്ന് മുതൽ വർഷത്തിലാണ്, ഇപ്പോൾ 3.5 മാസം അങ്ങനെ പോയി. സോ വന്നവർക്കെല്ലാം താങ്ക് യു. യെസ്, പെർഫെക്റ്റ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, കിട്ടി. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഇവർ രണ്ടുപേരും വന്ന് വളരെ പ്രൗഡ്ലി വളരെ ഹാപ്പി നിൽക്കുകയാണ്. റൈറ്റ്? ഓൾറൈറ്റ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ സുന്ദരി കുട്ടിയോട് എങ്ങനെയാണ്? യു ആർ ലുക്കിംഗ് സോ ഗോർജിയസ്, ലൈക്ക് സോ സ്റ്റാൻഡിങ്. വെൽ, let me ask, how do you feel right now? And of course, കുറേ ക്വാളിറ്റീസ് കണ്ടിട്ട് തന്നെയായിരിക്കും എന്താണെങ്കിലും ചന്തുവിനോട് എസ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു ആ എസ് പറഞ്ഞത്? എങ്ങനെയാണ് ചന്തുവിൽ വീട് പോയത്? ഓൾസോ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ചന്തുവിൽ ആരതി കണ്ടത്? ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ബിക്കോസ് ഇവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി ആളുകളും ചന്തുവിൻ്റെ ആളുകൾ തന്നെയാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത ആ ഒരു വേർഷൻ എന്താണ് ആദ്യമൊക്കെ അറിയാവുന്നത് എന്നാണ്. സോ പ്ലീസ്. ഐ ഫീൽ സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ചന്തു എനിക്കറിയില്ല എങ്ങനെ വന്നു അന്ന്. പക്ഷെ ഞാൻ ബേസിക്കലി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പൊതുവെ രണ്ടും ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കോൺവെർസേഷൻ. ചന്തു പക്ഷെ ഞാൻ പറയുന്നതും ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം പേഷ്യൻ്റായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, എപ്പോഴും അത് തന്നെയാണ് ആൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബേസിക്കലി വയലന്റ് മൂവ്മെന്റ് സൈലന്റ് ആ ഒരു കോമ്പോ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഞങ്ങളുടെ കേസിൽ. അപ്പോൾ അത് തന്നെയാണ് ആളുടെ ഒരു ക്വാളിറ്റി. പിന്നെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു പ്രോബ്ലം വന്നാൽ ഉടനെ ആൾക്കാരൊരു സൊല്യൂഷൻ എപ്പോഴും കാണും. ഞാൻ ആ സൊല്യൂഷൻ എപ്പോഴും റെഡിമെയ്ഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പേര് വഴക്കിടാറുണ്ട് അവരോട്. കുറച്ചെങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബേസിക്കലി. പക്ഷേ ബേസിക്കലി ആൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, നല്ല മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള ഒരു പെർഫെക്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് ആരതിക്ക് ഒരു പാർട്ണറായി ലഭിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു നല്ലൊരു പാർട്ണർ ആണെങ്കിൽ മാത്രമാണ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റുള്ളൂ. നല്ലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ മാത്രമാണ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ചെറിയ കലാവിരുദ്ധകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അത് തന്നെയാണ് ആരതിയുടെയും ചന്തുവിൻ്റെയും ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ആരതിയുടെ ലൈഫ് പാർട്ണറായി ലഭിച്ചിരിക്കുന്നത്. വെൽ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഒരു സ്നേഹം, ഈ ഒരു സന്തോഷം ലൈഫ് ലോങ് എന്നും മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആശംസിച്ചുകൊണ്ട് ചന്തുവിനും ആരതിക്കും വേണ്ടിയിട്ട് ഒരു ഡബിൾ ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ് കൈയുടെ എവിടെ കൈയുടെ എവിടെ അടിപൊളി. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നോട് വന്നിരിക്കുന്ന എൻറ്റയർ ഗസ്റ്റുകളും ആരതിയുടെയും ചന്തുവിൻ്റെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്തുവിൻ്റെയും ആരതിയുടെയും ഫാമിലി രണ്ടുപേരെയും പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് നൗ ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, here we have the very handsome and a very beautiful bride and groom, Mr. Chandu and Mrs. Chandu. പ്രണവം വീട്ടിൽ മിസ്റ്റർ KV ബാബുവിൻ്റെയും Mrs. P. പ്രഭാവതിയുടെയും മകനാണ് മിസ്റ്റർ ചന്തു K. ബാബു. He completed BTech in Marine Engineering and currently working as the 4th engineer at Zinaji. And moving to the very gorgeous, the very beautiful Mrs. Arati Babu. Very വീട്ടിൽ മിസ്റ്റർ ബാബുരാജൻ വീടിയുടെയും Mrs. സിന്ധു ബാബുരാജന്റെയും മകളാണ് Mrs. Arati Babu.
She completed BTech in Electronics and Communications, currently working as a quality assurance engineer at QWest. And yes, this is all about a very handsome and a very beautiful bride and groom, Mr. Shantu and Mrs. Shantu. So രണ്ടുപേരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ചന്തുവിൻ്റെയും ആരതിയുടെയും ഫാമിലിയെ തന്നെയാണ്. സോ ഈ ഒരു വേദിയിലേക്ക് ഞാൻ ആദ്യം വിളിക്കുന്നത് ഓഫ് കോഴ്സ് ചന്തുവിൻ്റെ അച്ഛനെയും അമ്മയും തന്നെയാണ്. ഏറെ സ്നേഹപൂർവ്വം നിറഞ്ഞ കൈഡിയോടെ ഈ ഒരു വേദിയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു ചന്തുവിൻ്റെ അച്ഛനെയും അമ്മയും. അങ്കിൾ ആന്റി പ്ലീസ് ബി ഓൺ ദ ഡയസ്. ഇനി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് none other than ചന്തുവിന്റെ ചേച്ചിയും അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനെയുമാണ്. ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു ചന്തുവിന്റെ ചേച്ചിയും ഹസ്ബൻഡിനെയും. ഈ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിക്ക് വേണ്ടി നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം. വെൽക്കം ബോത്ത് ഓഫ് യു ഓൺ ടു ദി ഡാൻസ്. This is the time for the photo session, and after sometimes we are going to have the official ceremonies and the traditional ceremonies of this wedding reception ceremony of Mr. Shantu and Mrs. Shantu. So ladies and gentlemen, right now here we have the photo session.
കുറച്ചധികം പേരെയാണ് ഇനി ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. And that is none other than Chandu's family and Aradhi's family. Ladies and gentlemen, can we have a big round of applause and welcome Chandu's family and Aradhi's family after this photo session. So firstly, ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് none other than ചന്തുവിന്റെ അച്ഛനും അതോടൊപ്പം തന്നെ ചന്തുവിന്റെ അമ്മയുമാണ്. മിസ്റ്റർ KV ബാബു, അഡ്വക്കേറ്റ്, മിസ്സസ് PA Prabhavati, the retired district judge. May I welcome both of them onto the dais. ഏറെ സ്നേഹപൂർവ്വം ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ ചന്തുവിന്റെ അച്ഛനെയും അമ്മയെയും ഈ ഒരു വേദി ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി, ഈ ഒരു വേദി ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ആരതിയുടെ അച്ഛനെയും അമ്മയും. അച്ഛൻ, അമ്മ, പ്ലീസ് ബി ഓൺ ദി ടയർസ്. Mr. Baburajan VV, the retired branch officer from the Forest Department, and her mother, Mrs. Sindhu Baburaj, a successful homemaker. I would like to welcome both of them onto the dais. Adra's family and അതോടൊപ്പം തന്നെ ചന്തുവിന്റെ ഫാമിലിയും ഈ ഒരു വേദി ഏറ്റവും ഭംഗിയാക്കി തീർക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം എവ്രിവൺ ഓൺ ദി ഡയസ്. ഇന്നത്തെ ദിവസം ചന്തുവിന്റെയും ആരതിയുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും ഭംഗിയാക്കി തീർക്കുന്നതിനുമായി ആരതിയുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ ആരതിയുടെ അച്ഛനെയും അമ്മയും സ്വാഗതം ചെയ്യാം. വെൽക്കം ബോത്ത് ഓഫ് യു. So Auntie, welcome, and Uncle, welcome. Well, here we have Aradhi's parents and അതോടൊപ്പം തന്നെ ചന്തുവിന്റെ പാരൻസും. Now, this is the time to invite the strong pillars of Chandu's family and Aradhi's family. And that is മറ്റാരുമല്ല, ഓഫ് കോഴ്സ് ചന്തുവിൻ്റെയും ആരതിയുടെയും ചേച്ചിമാരെ തന്നെയാണ് അടുത്തതായി ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഏറെ സ്നേഹപൂർവ്വം നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വാഗതം ചെയ്തു ചന്തുവിന്റെ ചേച്ചിയെയും, മിസ്സസ് അർച്ചന, ഷീസ് എ സിവിൽ ജഡ്ജ് ജൂനിയർ വൈക്കം. ആൻഡ് അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ അമിത്, വർക്കിംഗ് ആസ് ദ കെമിക്കൽ എഞ്ചിനീയർ ഇൻ UAE. രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദി ധന്യമാക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്സസ് അർച്ചന ആൻഡ് മിസ്റ്റർ അമിത് ഓൺ ദി ഡയസ് വൺസ് അഗെയിൻ. ഏറെ സ്നേഹപൂർവ്വം തന്നെ ചേച്ചിയും ചേട്ടനെയും ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ചേച്ചി, ചേട്ടാ, പ്ലീസ് ബി ഹിയർ. Now I would like to welcome sister Mrs. Adira Babu, the case manager at Ministry of Social Development, and her husband Mr. Amal Chagadishran, working at the airport at Aviation Security Officer, onto the dais. ചേച്ചിയും ചേട്ടനെയും ഏറെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദി ധന്യമാക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ മനസ്സോടെ തന്നെ ചേച്ചി ആതിരയും അതോടൊപ്പം തന്നെ ചേട്ടൻ അമലിനെയും ഈ ഒരു വേദിയിലേക്കായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബോത്ത് ഓഫ് യു. ചേച്ചി, ചേട്ടാ, വെൽക്കം. So here we have the complete family of I know that you guys are pretty excited to start the new beginning. Well, our first ceremony will be the lamp lighting ceremony. So may I welcome the very beautiful Aradhi and her husband, Mr. Chandu, and their entire family for the first ceremony. And that is the lamp lighting ceremony. ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിതെളിക്കാം. അതിന് ഏറെ സ്നേഹപൂർവ്വം തന്നെ ആരതിയും അതോടൊപ്പം തന്നെ ചന്തുവിനെയും ആരതിയുടെയും എൻറ്റയർ ഫാമിലിയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ആൻഡ് യെസ് എവരിവൺ, പ്ലീസ് ബി ഓൺ ദി ഫ്രെയിം. So ladies and gentlemen, I may welcome everyone's attention on the dais. Here we have the cake cutting ceremony of Mr. Chandu and Mrs. Chandu. Before that, can we have a small little countdown? Alright, so 3, 2, 1 and go!
official ceremonies അവസാനിച്ചിരിക്കുകയാണ്. Ladies and gentlemen, we are going to conclude the wellness ceremony of Mr. Chandu and Mrs. Chandu right now, right here. ഇതോടുകൂടെ വേദിയിലെ എല്ലാ official ceremonies അവസാനിച്ചിരിക്കുകയാണ്. Yes, yeah, we have a photo session with both Chandu's family and Arvi's family. After this family photo session, we are off for the official photo session. May I welcome each and everyone for the official photo session on the diet. വന്നിരിക്കുന്ന entire festival ആദ്യ ചന്ദുവിനെയും അനുഗ്രഹിക്കുന്നതിനും ആശീർവദിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഒഫീഷ്യൽ ഫോട്ടോ സെഷനായി വേദിയിലേക്ക് കടന്നുവരുന്ന എല്ലാ ദിവസങ്ങളും സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ എക്സിറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലൂടെ തന്നെ എക്സിറ്റ് ചെയ്യണമെന്ന് എന്റെ സ്നേഹിതോട് തന്നെ അറിയിക്കുന്നു. So why did you take my heart away? This love, just a winter ahead. And even the gin couldn't keep us still. This love, maybe it will. This night will swallow us in. What I wouldn't do just to be with you. What I wouldn't do just to be with you. What I wouldn't do just to be with you. What I wouldn't do just to be with you. I was looking for a long time. I never found nobody like you. I saw you order up a Mai Tai, and suddenly I wanted one too. Got your name, got your number, and we talked till they turned on the lights. I was looking for a long time. I didn't know that night I'd find my person, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed, my know and you know best friend, the stealer of my t-shirts, my reason for speeding home from work, my saving grace, my everything. I've never been more sure that you're my person. Even when you blow the punchline, nobody makes me laugh like you do. Every minute is a long time if I ain't holding on to you. You're my staying on the weekend, you're my come undone. You're my call home saying it's more than love. Mama, she's the one. Yeah, you're my person, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed, my know and you know best friend, the stealer of my t-shirts, my reason for speeding home from work, my saving grace, my everything. I've never been more sure that you're my person. Yeah.
dancing, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed. My know when you know best friend, the stealer of my t-shirts, my reason for speeding home from work, my saving grace, my everything. I've never been more sure that you're my person. Yeah, baby, you're my person. May I have a huge round of applause and welcome both of them on the dais. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ അവരുടെയും അതോടൊപ്പം തന്നെ ആദർശേഷിയും ഈ ഒരു വേദിയിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 6 years ആണ് നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചേച്ചിയുടെയും അനിയത്തിയുടെയും വിവാഹം ഒരൊറ്റ ദിവസത്തിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. And you guys are so blessed and so lucky to have the same wedding date. അപ്പോൾ രണ്ടുപേർക്കും ഇനിയുള്ള ഭാവി കാലങ്ങളിൽ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. ചേച്ചിക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് വെഡിങ്ങിന്റെയും വെഡിങ് ആനിവേഴ്സറിയുടെയും വക ഒരു ഹ്യൂജ് 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 റൗണ്ട് ഓഫ് അപ്ലോസ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കും. 6 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര ജേർണി അല്ല. ഇവര് ഇന്ന് കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു 6 വർഷത്തെ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഇതേപോലെ 6 വർഷം മുന്നേ വന്നു നിന്ന 2 പേരോടാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഇവർക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് തരാറുള്ളത്? ആൻഡ് ഈ ഒരു 6 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സോ പ്ലീസ്. First of all, thank you everyone for the wonderful wishes. ഞങ്ങളുടെ ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി വളർന്ന 2 ഗേൾസ് ആണ്. അപ്പം എന്ത് പറയും, പാരൻസ് പറയും 10th കഴിയുമ്പോൾ ആവാം, +2 കഴിയുമ്പോൾ ആവാം, കോളേജ് ചെയ്യുമ്പോൾ ആവാം, പിന്നെ പറയും കല്യാണം കഴിഞ്ഞിട്ടാവാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായിരുന്നു. എൻ്റെ കല്യാണ ശേഷമാണ് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീഡം അനുഭവിക്കുന്നത്. അടിപൊളി ലൈഫാണ് എൻ്റെത്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എനിക്ക് ഞാനായിട്ടിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ എല്ലാവരും പേടിക്കുന്ന പോലെ മാരേജ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭീകര സംഭവമല്ല. നമുക്ക് അടിച്ചു പൊളിക്കാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. സോ നീ പേടിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. എനിക്കങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിക്കാമെന്ന് അറിയത്തില്ല. 6 വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ റോഡ് പോലെ കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു. ഇപ്പൊ നാഷണൽ ഹൈവേ പണിയുന്ന പോലെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് ആതിരയാണ്. ഇപ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്തായാലും ആരതിക്കും ചന്ദ്രനും എല്ലാവിധ ആശംസകളും നേരുന്നു. സോ ഈ ഒരു 6 വർഷത്തെ ജേർണി അത്ര നിസ്സാരമല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ജീവിച്ചത് എന്ന് ഞങ്ങൾ 2 പേർക്കും നിങ്ങൾ 2 പേര് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് ഞാൻ ഓൾറെഡി ആരതിയോടും ചന്ദ്രനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവർ 2 പേരിലും കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ക്വാളിറ്റീസ് എന്നായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഈ ഒരു 6 വർഷത്തെ ജേർണിയിൽ നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് 2 പേർക്കും. ഞങ്ങൾ ഈ ഒരു എൻറ്റയർ ഫാമിലിക്കും ഈ എൻറ്റയർ റിലേറ്റീവ്സിനും ഒക്കെ അറിയേണ്ടത് നിങ്ങൾ 2 പേർക്കും ഇഷ്ടപ്പെടാത്ത, അതിലേക്ക് ടോളറേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. ഇതെല്ലാം ടോളറേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇത്രയും സക്സസ്ഫുൾ ആയി തീരുന്നത്. ഈ ടോളറേറ്റ് ചെയ്ത ഒട്ടും ഇഷ്ടമല്ലാത്ത ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞാൽ? ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞത് എല്ലാവരും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ക്വാളിറ്റിയാണ്. അമലിന് ഭയങ്കര ക്ഷമയാണ്. പിന്നെ ഞാൻ എത്ര വഴക്കുണ്ടാക്കിയാലും തിരിച്ച് വഴക്കുണ്ടാക്കത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെട്ട് അപ്പം പറഞ്ഞു തീർക്കുന്ന ഒരാളാണ്. പക്ഷെ അമല് ഭയങ്കര കാമാണ്, തിരിച്ചൊരു അക്ഷരം മിണ്ടത്തില്ല. എനിക്ക് തല്ലി തീർക്കാൻ ഇഷ്ടം, പക്ഷെ അമല് ഭയങ്കര ക്ഷമാശീലനാണ്. അപ്പോൾ അമല് കുറച്ചും കൂടെ റിയാക്ട് ചെയ്യണം ഞാൻ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞതും ഞാൻ കുറച്ച് ദേഷ്യവും അമല് കുറച്ച് കാമുമാണ്. അപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലൈഫ് ബാലൻസിൽ പോകുന്നത്. പക്ഷേ അമല് കുറച്ചും കൂടെ റിയാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലോകത്തോടെ എല്ലാ തലങ്ങളിലും തലയിൽ വെക്കും.
എല്ലാവരുടെയും പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് കരുതി പുള്ളിക്കാരത്തി അത് സോൾവ് ചെയ്യാൻ നോക്കും. ലാസ്റ്റ് പുള്ളിക്കാരത്തി അതിൽ പെട്ടുപോകും. അപ്പൊ അമലേട്ടനും ആദർശേഷിയും ഇതൊക്കെ ആയിട്ട് വളരെ യൂസ്ഡ് ആയി അല്ലെ. അപ്പൊ ഈ ഒരു യൂസ്ഡ് ആയ ഒരു സ്ഥിതിക്ക് ഈ ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ ലൈഫ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലോ? ഓക്കെ, സോ ഈ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് രണ്ടുപേരുടെയും ഫാമിലി തന്നെയാണ്. മേ വെൽക്കം ആദിശേഷീസ് ഫാമിലി ആൻഡ് അതോടൊപ്പം തന്നെ അമലേട്ടന്റെ ഫാമിലി ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അമലേട്ടന്റെ പപ്പ അമ്മ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ആദർശേഷിയുടെ അച്ഛനെയും അമ്മയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു.